ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഇതിന് ഒരു മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ആട്ടപ്പൊടി നമ്മൾ പാക്ക് കിട്ടുന്നതായാലും മതി, നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് പൊടി ആയാലും മതി. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ഇല്ലെങ്കിൽ ജീരകം തന്നെ ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിച്ചതാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ പൊടി ഇട്ടത്. അതുപോലെ തന്നെ വലിയ ജീരകവും 1/4 ടീസ്പൂൺ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും പൊടിക്കണം എന്നില്ല, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചാട്ട് മസാലയാണ്, അത് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ കസൂരി മേത്തി ഇടുന്നുണ്ട് ഞാൻ, അതും നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് എല്ലാവരുടെ കയ്യിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്, അപ്പോൾ അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ചെറിയ ജീരകം, വലിയ ജീരകം, മുളക് പൊടിയും ഉപ്പും മാത്രം ഉണ്ടായിത്താൽ തന്നെ ധാരാളമാണ്. ഇത് ഞാൻ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്, ഏതായാലും കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്നത് പോലെ ഈ എണ്ണയിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ, അതായത് 2 വലിയ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്നത് പോലെ നനച്ചെടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടിയും ചെറിയ ജീരകം, വലിയ ജീരകം, മുളക് പൊടി, ഉപ്പൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്താൽ മതി. ഞാനൊരു എക്സ്ട്രാ ആയിട്ടാണ് കസൂരി മേത്തിയൊക്കെ ചേർത്തത്. ഇതുപോലെ ആവണം പൊടി. നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ അങ്ങനെ ഉരുണ്ട് വരണം, പൊടിക്കുമ്പോൾ അങ്ങ് പൊടിയും വേണം. അങ്ങനെ നനച്ചതിന് ശേഷം നമ്മൾ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്, ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ. നോർമലി നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കുക അതുപോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുള്ളത് കാരണം വെള്ളം കുറച്ച് മതിയായിരിക്കും. ഇതുപോലെ കുഴച്ചെടുക്കുക. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റെസ്റ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പരത്തിയെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ചുകൂടി വലിയ ബോളാക്കാം. ചപ്പാത്തി പലക കുറച്ച് വലുപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബോളാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 4 ബോളാക്കിയിട്ട് പരത്തിയെടുക്കാൻ പോവുകയാണ്. ഒരു മാസം വരെയൊക്കെ ഇത് സൂക്ഷിച്ച് വയ്ക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. പരത്തുമ്പോൾ നമ്മൾ പൊടിയിട്ട് പരത്താതിരിക്കുകയാണ് നല്ലത്. ചപ്പാത്തി പരത്തണ പോലെ ഞാൻ തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3-4 തുള്ളി എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആവശ്യത്തിന് എണ്ണ ഈ മാവിൽ തന്നെ ഉണ്ടാവും. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണല്ലോ ഇത് കുഴച്ചെടുത്തത് ആദ്യം. അപ്പോൾ പൊടി ഇടാതിരിക്കുകയാണ് നല്ലത്. ഇനി ഇതുപോലെ മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കുക. ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെയാണ്, പക്ഷേ അത്ര കനം ഉണ്ടാവാൻ പാടില്ല. പരമാവധി ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ പൊടി ഇട്ടിട്ട് കുഴക്കാനേ പറ്റുന്നുള്ളൂ എങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ എണ്ണ നന്നായിട്ട് ഒഴിച്ച് കുഴച്ചത് കാരണം സുഖം അതാണ്. ഇതിപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം. കുപ്പിയുടെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിന് മുമ്പ് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ വല്ലാതെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഞാൻ ഇപ്പോൾ ഒരു ചെറിയ കപ്പാണ് എടുത്തിട്ടുള്ളത്, ചെറിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുപ്പിയുടെ അടപ്പോ മിൽമ നെയ്യിൻ്റെ കുപ്പിയുടെ അടപ്പമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഇനി അങ്ങനെ ഇല്ല, ഡയമണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ആ സൈഡിലുള്ള ബാക്കിയുള്ളതൊക്കെ അല്ലെങ്കിൽ മാറ്റിയിരിക്കുക. അത് നമുക്ക് വീണ്ടും ഇതുപോലെ പരത്തിയിട്ട് വീണ്ടും അതുപോലെ ചെയ്യാം. ഇപ്പോൾ ഈ റൗണ്ടുകളാക്കിയിട്ടുണ്ട്. ഫോർക്ക് കൊണ്ട് കുത്തണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ അങ്ങനെ കുത്തിയിരുന്നാൽ വല്ലാതെ അങ്ങ് പൊങ്ങി വരില്ല. മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കുത്തി കൊടുത്താൽ വല്ലാതെ അങ്ങ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ അത് ചൂടാറുമ്പോൾ അങ്ങ് താഴ്ന്നു പോവും. ഇതാണ് നമ്മുടെ സംഭവം. ഫോർക്ക് കൊണ്ട് 1-2 ഒക്കെ കുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക്, ഏതെണ്ണയായാലും കുഴപ്പമില്ല, നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ലോ ഫ്ലെയിം ആക്കിയാൽ മതി. ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തത് കാരണം തന്നെ വല്ലാതെ അങ്ങ് പൊങ്ങി വരില്ല.
പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. പൊങ്ങി വന്നു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ പാനിപൂരിയൊക്കെ ഉള്ളതുപോലെ പൊങ്ങി വരണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ എപ്പോഴും ക്രിസ്പി ആയിട്ട് വരാൻ നല്ലത് നമ്മൾ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കണത് തന്നെയാണ്. അപ്പോൾ എൻ്റെത് ഞാൻ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തിട്ടും ചിലതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു കുത്തൊക്കെ ഇട്ട് കൊടുത്താലും മതിയാവും. ഞാനതൊന്നും നോക്കിയിട്ടില്ല. ഞാൻ വെറുതെ നിരത്തി കുറച്ചധികം കുത്തുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്തത്. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് ക്രിസ്പി ആവണ വരെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കസൂരി മേത്തി ഇല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പില ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചിങ്ങനെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. ഇപ്പോൾ ഒരു വലിയ പാത്രം വെച്ചിട്ട് കുറച്ചധികം എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചുള്ളൂ, കാരണം ആ എണ്ണ പിന്നെ അവിടെ ഇങ്ങനെ വെറുതെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 3 എണ്ണം 4 എണ്ണം അങ്ങനെയാണ് ഇട്ടത്. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയമണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്യൂലേ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. പക്ഷേ നമുക്കിതിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ എൻ്റെ ഇപ്പോൾ കുറച്ച് വലുതാണ്, അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്യണ പണി പെട്ടെന്ന് തീരും. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഇതാ നമ്മുടെ എല്ലാം റെഡി ആയി കഴിഞ്ഞു. നമ്മൾ കുത്തി കൊടുത്തത് കൊണ്ട് തന്നെ വല്ലാതെ അങ്ങ് പൊങ്ങി വന്നിട്ടില്ല. നമുക്കിപ്പോൾ 1 മാസം വരെയൊക്കെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. 4 മണി ചായക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്